ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്ത്യൻ ബാക്ക് ഡ്രൈങ് 3D ഗെയിമിലെ വീണ്ടും ഒരു പുതിയ അപ്ഡേറ്റ് വന്നേക്കാണ് കേട്ടാ. അപ്പോൾ ഈ അപ്ഡേറ്റിലും പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടികൾ മോഡിഫൈ ചെയ്യാൻ പറ്റുണ്ടാ. നമുക്കിത് ഈ കാണുന്ന ഡിഫൻഡർ ഇല്ലേ, അതൊക്കെ മോഡിഫൈ ചെയ്യാം. നമുക്ക് വണ്ടിയുടെ ടയറൊക്കെ മാറ്റാം. അത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മൊബൈലിൽ പിന്നെ ഒരു പുതിയ ആപ്പ് വന്നിട്ടുണ്ട്. ആ RGS ടൂളിൻ്റെ അപ്പുറത്ത് ഒരു ആപ്പില്ലേ, അതങ്ങ് എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, നമുക്ക് വണ്ടിയുടെ അലോയ്സ് മാറ്റാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ അലോയ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അലോയ്സ് സെലക്ട് ചെയ്യാം. ഇത് പിന്നെ കണ്ടില്ലേ, നമുക്ക് അലോയ്സിൻ്റെ കളറും മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള കളർ വയ്ക്കാം. അതും ഏതായാലും നൈസായുണ്ട്. ഇതിൽ പിന്നെ ടയറിൻ്റെ സൈസ് കൂട്ടാൻ പറ്റില്ല. ആ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയിലുണ്ട്, ടയറിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും. അത് ഇതിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, ഈ വണ്ടി മോഡിഫൈ ചെയ്യുമ്പോഴേ ഈ ഡോറിൻ്റെ അടുത്ത് നിൽക്കണം കേട്ടാ. ഈ ഡ്രൈവറിൻ്റെ സൈഡിലുള്ള ഡോറില്ലേ, ഇവിടെ നിൽക്കണം. എന്നാലേ നമുക്ക് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ ടയറൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടാ. അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടില്ലേ, ഇപ്പം നമ്മുടെ വണ്ടിയിൽ ടയറൊന്നും കാണാനില്ല. ആ ബാക്കിലത്തെ ടയറും പോയി. എന്നിട്ടും നമ്മുടെ വണ്ടി ഓടുന്നുണ്ട് കേട്ടാ. നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഇതും ഏതായാലും നൈസായിട്ടുണ്ട്. പിന്നെ ഇതിലേ വേറൊരു സംഭവം ഉണ്ട്. നമുക്ക് വണ്ടികളുടെ കളർ മാറ്റാൻ പറ്റും. ഇതിൽ ആക്ച്വലി അധികം കളേഴ്സ് ഉണ്ടാവാറില്ല. ഇതുണ്ടില്ലേ, അടിയിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇത് പിന്നെ കണ്ടില്ലേ, ഞാനിവിടെ ലൈറ്റ് ബ്ലൂ കൊടുത്തു. ഈ കളറൊന്നും മുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ നേരത്തെ വീല് ഹൈഡ് ചെയ്തില്ലേ, അത് പഴയ പോലെ ആക്കണമെങ്കിൽ റീസെറ്റ് അമർത്തിയാൽ മതിട്ടാ. റീസെറ്റ് അമർത്തി കഴിഞ്ഞാൽ ആ വീലൊക്കെ കാണാൻ പറ്റും. പഴയ അലോയ്സ് വരും. ഇങ്ങനെ ചെയ്താൽ മതി. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് അമർത്താം. ഈ ഗെയിമിൽ പിന്നെ ഒരു പുതിയ വീടും വന്നു. ഇതാണ് ആ വീട്. ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും ട്ടാ. നമ്മുടെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ ഇല്ലേ, അതിലുണ്ടായിരുന്നു ഓട്ടോമാറ്റിക് ഗേറ്റ്. അതിപ്പോൾ ഈ ഗെയിമിലും വന്നു. ഈ വീടിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് കുറേ പേർക്ക് മനസ്സിലായിണ്ടോ? നമ്മുടെ വില്ലേജ് ഇല്ലേ, ആ വില്ലേജിൻ്റെ അടുത്താ. അവിടെയാണ് ഈ വീട്. ഈ വീട്ടിൽ പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് കുളിക്കാൻ പറ്റില്ല. പഴയ വീട്ടിൽ നമുക്ക് കുളിക്കാൻ പറ്റും. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി അകത്തേക്ക് കയറാം. ഇത് പിന്നെ ഹാളാണ് കേട്ടാ. അടിയിൽ ഫുള്ള് ഹാളാ. ടീപ്പോയും സോഫയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ സ്റ്റെപ്പും നൈസാണ് കേട്ടാ. ഒരു വെറൈറ്റി ഡിസൈനാ. മേലത്തെ ഫ്ലോർ പിന്നെ ബെഡ്റൂമാ. ഇവിടെ ബെഡ് ഉണ്ട്, AC ഉണ്ട്, PC ഉണ്ട്. ആ മുക്കിൽ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. അതെന്തിനാണാവോ. ഇവിടെ പിന്നെ TV ഉണ്ട്. മുകളിലൊരു ഫാനും ഉണ്ട്. ഈ ഫാൻ നമുക്ക് ഓണാക്കാൻ പറ്റുമോ? പഴയ വീട്ടിലെ നമുക്ക് RGS ടൂൾ വെച്ചിട്ട് ഓണാക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ ഓണാക്കാൻ പറ്റുമോ? ഇത് ഓണാവില്ല കേട്ടാ. ഫാന് ഓൺ എന്ന് കാണിച്ചിട്ടുണ്ട്, പക്ഷേ പഴയ വീട്ടിലാവും കറങ്ങുണ്ടാവുക. ഈ റൂം പിന്നെ ഫുള്ള് കാലിയാ. ഇത് ആക്ച്വലി ജിമ്മാക്കായിരുന്നു. എന്തിട്ടായാലും കുഴപ്പമില്ല, ഇത് നൈസ് വീടാ. ഈ ഗെയിമിൽ പിന്നെ പുതിയ NPC വന്നിട്ടുണ്ട്. അതിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ RGS ടൂളിൽ ബോയിന്ന് അടിക്കുകയാണെങ്കിൽ ഇയാളെ സ്പോൺ ആവുക. പഴയ NPC സ്പോൺ ആവുക. പുതിയത് കിട്ടണമെങ്കിലേ ബോയ് 2 ഒന്ന് കൊടുക്കുക. അന്നേരം പുതിയ NPC സ്പോൺ ആവും. ഇതാണ് പുതിയ NPC. ഇത് കുഴപ്പമില്ല കേട്ടാ. സംഭവം വെറൈറ്റി ഉണ്ട്. ആള് ചുള്ളനാ. ഇയാൾ പിന്നെ എൻ്റെ പിന്നാലെ വരും ട്ടാ. പഴയ NPC അങ്ങനെയല്ല. പഴയ NPC അയാളുടെ ഇഷ്ടത്തിന് പോവും. പക്ഷേ പുതിയ NPC നമ്മുടെ പിന്നാലെ വരും. ഇവിടെ ഞാൻ ഒരു ബൈക്ക് സ്പോൺ ചെയ്തു. ഇയാൾ എൻ്റെ കൂടെ ബൈക്കിൽ കയറുമോ? കയറുന്നില്ല ട്ടാ. ഈ മൊബൈലിൻ്റെ ബട്ടണില്ലേ, ഇതമർത്തി കഴിഞ്ഞാൽ ഇയാൾ എൻ്റെ കൂടെ വരും. ഇത് പിന്നെ കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്ന ഫീച്ചറാ. ഇനിയിപ്പോൾ RGS ടൂളിലെ ഗേള് 2 അടിക്കുകയാണെങ്കിൽ പുതിയ ഗേൾ NPC സ്പോൺ ആവും. ഇതേ കണ്ടില്ലേ, പുതിയ ഗേൾ NPC സ്പോണായി. ഇതും കുഴപ്പമില്ല കേട്ടാ, നൈസായിട്ടുണ്ട്. ഇതാ PUBGയിലത്തെ പെണ്ണല്ലേ, കണ്ടിട്ട് അതേപോലെ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ ഈ ഗെയിമിലെ
2 ക്യാരക്ടേഴ്സും വന്നിട്ടുണ്ട്. അതിൻ്റെ ചീറ്റ് കോഡും പറഞ്ഞുതരാം. നമ്മൾ ആർജസ്റ്റുള്ളിൽ PM13 അടിക്കുകയാണെങ്കിൽ ഗേള് ക്യാരക്ടർ വരും കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം. ആ ഇത് കണ്ടില്ലേ, നമ്മുടെ ആള് ഒരു പെണ്ണായിട്ട് മാറിയേക്ക. ഇതും ഏതായാലും കുഴപ്പമില്ല. മുന്നേം ഇതിൽ ഒരു ഗേൾ ക്യാരക്ടർ ഉണ്ടായിരുന്നു കേട്ടാ. അത് മറ്റേ പായൽ ഗെയിമിങ്ങാ. അതും ഈ ഗെയിമിൽ തന്നെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല. ഇതാണ് ആ ഗേളിൻ്റെ ഫേസ്. നമുക്ക് പിന്നെ ഡ്രസ്സൊന്നും മാറാൻ പറ്റില്ല കേട്ടാ. ഡ്രസ്സ് ഇത് തന്നെയാ. നമുക്ക് ബാഗ് ഇടാൻ പറ്റും, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ആണിൻ്റെ ഉണ്ട്. ബോയ് ക്യാരക്ടർ കിട്ടണമെങ്കിലേ PM14 എന്ന് കൊടുക്കുക. ഇനി ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. ഇതേ കണ്ടില്ലേ, നമ്മുടെ ബോയ് ക്യാരക്ടറും സ്പോണായിട്ടുണ്ട്. നമുക്ക് ഡ്രോൺ ഒന്ന് ഓണാക്കി നോക്കാം. നമുക്ക് ഇയാളുടെ ഫേസ് കാണാം. അപ്പോൾ ഇതേപോലെ ഇരിക്കും അയാളുടെ ഫേസ്. ഇയാളും ചുള്ളനാ. ഇനി പഴയ പോലെ ആവണമെങ്കിലേ ജസ്റ്റ് PM0 എന്നടിക്കുക. അന്നേരം നമ്മുടെ ആള് പഴയ പോലെയാവും. നമുക്കിനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ ക്യാരക്ടർ പഴയ പോലെ ഫ്രാങ്ക്ലിനെ തിരിച്ചു കിട്ടി. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.